ഹായ് ഫ്രണ്ട്സ്, 5th ആനിവേഴ്സറിയിൽ വരാൻ പോകുന്ന സ്പെഷ്യൽ ഇമോട്ടാണിത്. നമ്മുടെ ഗെയിമിലേക്ക് ജസ്റ്റിൻ ബീബറിന്റെ പുതിയ ക്യാരക്ടർ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഇമോട്ട് ആയിരിക്കും. ഇതാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന പുതിയ എവോ M80. നമുക്കൊരു ആഗസ്റ്റ് 15 കഴിയുമ്പോഴേക്കും നമ്മുടെ ഫെയർവെയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു എവോ M80 ആണിത്. 5th ആനിവേഴ്സറിയുടെ തീമിലാണ് നമുക്ക് ഈ ഒരു എവോ M80 കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളെല്ലാവരും ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ലോഡിംഗ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു എവോ M80. ഇതിന്റെ അനിമേഷൻസ് ഒരു രക്ഷയില്ല ഗൈസ്. നമ്മളെല്ലാവരും ബ്ലാക്ക് ഹോളിന്റെ പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സയൻസ്. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഹോളിന്റെ പോലെ തോന്നിക്കുന്നുണ്ട് ഇതിന്റെ അനിമേഷൻ. രണ്ട് ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് ഉണ്ടായ പോലെയുള്ള ബിഗ് ബാങ് പോലെ തോന്നിക്കുന്ന വേറെ ലെവലായിട്ടുള്ള ഒരു അനിമേഷനാണ് ഫ്രണ്ട്സ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു എവോ M187 എന്ന ഗണ്ട് സ്കിന്നിന് വേണ്ടി കാത്തിരിക്കുന്ന പ്ലേയേഴ്സ് ആരൊക്കെയുണ്ട് താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. എന്തായാലും നമുക്കൊരു 1000 ഡയമണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എവോ M80 ഒക്കെ എടുക്കാം. നമുക്കൊരു ആഗസ്റ്റ് 27 നമ്മുടെ 5th ആനിവേഴ്സറിയുടെ പീക്ക് ഡേ. അതുമാത്രമല്ല, നമുക്ക് അതിനു മുമ്പ് തന്നെ പുതിയ ഒരു ഗണ്ട് സ്കിൻ കാണാൻ സാധിക്കും. പുതിയ ഒരു OP ആയിട്ടുള്ള ഒരു MP40 സ്കിന്നാണ് ഫ്രണ്ട്സ് നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയില്ലേ, നമുക്ക് കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരു ഈവന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇടതുഭാഗത്ത് മ്യൂസിക് പാർട്ടിയിൽ നമുക്ക് തോംസന്റെ സ്കിന്നാണ് കാണാൻ സാധിച്ചത്. ഇതുപോലെ ഇത്തവണത്തെ നമുക്ക് 5th ആനിവേഴ്സറിയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു MP40 സ്കിന്നായിരിക്കും എന്നാണ് ഇപ്പോൾ അറിഞ്ഞ വിവരം. എന്തായാലും നല്ല ഒരു അടിപൊളിയായിട്ടുള്ള MP40 സ്കിന്നാണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷം നമുക്ക് തോംസന്റെ കണ്ട സ്കിന്ന് വന്നിരുന്നു ഫെയർവെയിലിൽ. അതുപോലെ നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു MP40 സ്കിന്നായിരിക്കും. കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള അനിമേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് സിംഗിൾ ഡാമേജും ഡബിൾ റേറ്റ് ഓഫ് ഫയറുമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്കിന്നാണിത്. പിന്നെ മൂവ്മെൻറ്റ് സ്പീഡ് മൈനസ് ആയിരിക്കും. നല്ല ഒരു ആട്രിബ്യൂട്ട്സ് ആണ് കേസ് ഉള്ളത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. അപ്പോൾ എവോ M80യും പിന്നെ MP40 സ്കിന്നും കാണാൻ സാധിക്കും. ദെൻ അതുമാത്രമല്ല, നമുക്ക് ഫിഷിൻ്റെ സ്കിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം നമുക്ക് ഒരു ഇവന്റിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മ്യൂസിക് പാർട്ടിയിൽ നമുക്ക് കാണാൻ സാധിച്ചത് ഫിഷിൻ്റെ സ്കിന്നായിരുന്നു. അങ്ങനെ ഇത്തവണത്തെ ഇവന്റിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഫിഷിൻ്റെ സ്കിൻ ഇതാണെന്നാണ് ഫ്രണ്ട്സ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ഡയമണ്ടൊക്കെ കൊടുത്ത് വാങ്ങേണ്ട ഇവന്റുകളാണ്. ഇനി നമുക്ക് സാധാരണ എല്ലാ പ്ലേയേഴ്സിനും ലഭിക്കാൻ പോകുന്ന റിവാർഡ്സ് എന്തൊക്കെയായിരിക്കും? നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ഇമോട്ടാണത്. നമ്മുടെ 5th ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ജസ്റ്റിൻ ബീബറിന്റെ ഈവന്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഈവന്റ് ആയിരിക്കും. സ്പെഷ്യൽ ഇമോട്ടാണത്. ജസ്റ്റിൻ ബീബറായിട്ട് കൊളാബറേഷൻ നടത്തിയിട്ടാണ് നമ്മുടെ ഫ്രീ ഫയറിലേക്ക് പുതിയ ക്യാരക്ടർ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റിൻ ബീബറിന്റെ രീതിയിലുള്ള പുതിയൊരു ഇമോട്ട് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ട പോലെ നമ്മുടെ ജസ്റ്റിൻ ബ്രോക്ക് വേണ്ടി നമ്മുടെ ഗെറീനെ സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇമോട്ടാണത്. ജസ്റ്റിൻ ബീബർ ആണെങ്കിൽ ഒരു സിംഗർ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ സിംഗർ ടൈപ്പിലുള്ള ഒരു ഇമോട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഇമോട്ട് നമുക്ക് ഇത്തവണ ഫ്രീ ആയിട്ട് ലഭിക്കാനൊക്കെ ചാൻസ് ഉണ്ടെന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞ വിവരം. അപ്പോൾ എന്തായാലും ഈ ക്യാരക്ടർക്ക് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ എബിലിറ്റി എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു എബിലിറ്റി ആണോ? നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും EP ആയിട്ട് ബന്ധപ്പെട്ട ഒരു എബിലിറ്റിയാണ് ഇതിനുള്ളത്, ഈ ക്യാരക്ടറിനുള്ളത്. നമ്മുടെ എനിമീസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് EP വെച്ചിട്ടൊക്കെ നമുക്ക് ഡാമേജ് നമുക്ക് ബ്ലോക്ക് ഒക്കെ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഫ്രാഗ്മെന്റും ഇമോട്ടുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, 5th ആനിവേഴ്സറി ബാനർ വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 5th ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ജസ്റ്റിൻ ബീബറിനെ ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കും, ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നാണ് ഫ്രണ്ട്സ് ഇപ്പോൾ അറിഞ്ഞ വിവരം. ജസ്റ്റിൻ ബീബറിന്റെ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് 2 ഇമോട്ട് കാണാൻ സാധിക്കും. ഒരു ഇമോട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, മറ്റൊരു ഇമോട്ട് ലഭിക്കാൻ പോകുന്നത് ടോപ്പപ്പിലൂടെ ആയിരിക്കും. 5th ആനിവേഴ്സറി എന്നായിരിക്കും ബ്രോ സ്റ്റാർട്ട് ആവുന്നത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ആഗസ്റ്റ് 27 നമ്മുടെ 5th ആനിവേഴ്സറിയുടെ പീക്ക് ഡേ. ഒരു മാസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു ഇവന്റ് ആയിരിക്കും 5th ആനിവേഴ്സറി ഇവന്റ്. പിന്നെ ദെൻ ഗൈസ്, നമുക്കിവിടെ ഒരു ബാനർ, ഒരു പോസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആഗസ്റ്റ് 27 കാണാൻ സാധിക്കുന്നുണ്ട്. ഇതറിഞ്ഞ വിവരം നമുക്കിത് പീക്ക് ഡേ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ആഗസ്റ്റ് 2ാമത്തെ വീക്ക് മുതലായിരിക്കും നമുക്ക് 5th ആനിവേഴ്സറി സ്റ്റാർട്ട് ആവുന്നത്. ആഗസ്റ്റ് മാസം 2ാമത്തെ ആഴ്ച മുതലായിരിക്കും നമുക്ക് 5th ആനിവേഴ്സറി ഇവന്റ് സ്റ്റാർട്ട് ആവുന്നത് എന്നാണ് ഫ്രണ്ട്സ് അറിഞ്ഞത്. ഇവിടെ കാണുന്ന റിവാർഡ്സിൽ നമുക്ക് ചില റിവാർഡ്സ് ഒക്കെ ലഭിക്കുന്നുണ്ട് ഫ്രീ ആയിട്ടും, മറ്റു റിവാർഡ്സ് ലഭിക്കാൻ പോകുന്നത് പെയ്ഡ് ആയിട്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഒരുപാട് റിവാർഡ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ ദെൻ നമുക്ക് ക്രിമിനൽ ബണ്ടിലൊക്കെ റിട്ടേൺ വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ റെഡ് ക്രിമിനൽ ബണ്ടിൽ വരുന്നുണ്ട് ഫെയർവെയിൽ. പിന്നെ അതുമാത്രമല്ല, പുതിയ റെഡ് ക്രിമിനൽ ബണ്ടിൽ വരുന്നുണ്ട്, നിയോൺ ക്രിമിനൽ എന്നാണ് ഫ്രണ്ട്സ് ഇതിന്റെ പേര്. നിയോൺ ക്രിമിനൽ ബണ്ടിൽ നമുക്ക് ടോക്കൺ ടവർ ഈവന്റിലായിരിക്കാം കാണാൻ സാധിക്കുക. നല്ലൊരു ബണ്ടിലായിരിക്കും. 5th ആനിവേഴ്സറിയുടെ പീക്ക് ഡേയിൽ, അതായത് ആഗസ്റ്റ് 27 ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു നിയോൺ ക്രിമിനൽ ബണ്ടിലൊക്കെ കാണാൻ സാധിച്ചേക്കാം. അതുമാത്രമല്ല, നമുക്കൊരു 13 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇൻക്യുബേറ്ററിലെ ബണ്ടിൽ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക AWMന്റെ സ്കിൻ കാണാൻ സാധിക്കുമെന്നാണ് ഫ്രണ്ട്സ് അറിഞ്ഞിട്ടുള്ളത്. എന്തായാലും നെക്സ്റ്റ് വരുമോ എന്ന് കൺഫേം ആയിട്ടില്ല. ബട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഇൻക്യുബേറ്റർ വരുന്നുണ്ട്. നമ്മൾ കാണുന്നത് AWMന്റെ സ്കിന്നാണത്. എന്തായാലും വളരെ നല്ലൊരു ഓവർ പവർ ആയിട്ടുള്ള ഗണ്ട സ്കിന്നാണ്. നമുക്ക് പല കളറിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വൈറ്റ്, ഗ്രീൻ, മറ്റുള്ള കളറിലൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. നമുക്കിവിടെ 2 ഇമോട്ടുകൾ കാണാം. നല്ല 2 ഇമോട്ടുകളാണിത്. ഈ 2 ഇമോട്ടുകൾ നമ്മുടെ ഗെയിമിലേക്ക് വരുന്നുണ്ട്. ഈ 2 പുതിയ ഇമോട്ടുകളാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ്, ഏത് ഇവന്റിലാണെന്ന് വരുന്നത് അറിയില്ല. ബട്ട് എന്തായാലും നമുക്ക് വരാൻ പോകുന്ന ഇവന്റിലേക്ക് കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും 5th ആനിവേഴ്സറിയെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അതുമാത്രമല്ല, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.